ഈ ദൃശ്യം നിങ്ങളെല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാകും. തൻ്റെ സുരക്ഷിതമായ കോളനിയിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും അകന്ന് അന്റാർട്ടിക്കയിലെ ആ വലിയ മഞ്ഞുമലകൾ ലക്ഷ്യമാക്കി ലക്ഷ്യബോധത്തോടെ നടന്നു നീങ്ങുന്ന ഒരു പെൻഗ്വിൻ. ഇന്റർനെറ്റ് ഇതിനെ നിഹിലിസ്റ്റ് പെൻഗ്വിൻ എന്നാണ് വിളിക്കുന്നത്. എങ്ങോട്ടാണ് അവൻ്റെ യാത്ര? എന്തായിരിക്കും അവൻ്റെ ലക്ഷ്യം? ഒരുപക്ഷെ ഈ ഒരൊറ്റ പെൻഗ്വിൻ ഇന്ന് ലോകത്തിന് നൽകുന്ന വലിയ സന്ദേശമുണ്ട്. അതിജീവനത്തിൻ്റെയും ഏകാന്തതയുടെയും തൻ്റേതായ വഴി തേടലിൻ്റെയും സന്ദേശം. എന്നാൽ പെൻഗ്വിനുകളുടെ ലോകം ഈ ഏകാന്തതയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ദക്ഷിണാർദ്ധഗോളത്തിലെ തീരപ്രദേശങ്ങളിലും സമുദ്രജലത്തിൽ ഉടനീളവും ലോകത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടതും പ്രചാരമുള്ളതുമായ ഈ ജീവികളെ നമുക്ക് കാണാം. ശബ്ദായമാനമായ കോളനികളായി ഒത്തുകൂടുന്ന ഈ പറക്കാൻ കഴിയാത്ത പക്ഷികൾ പാറക്കെട്ടുകൾ നിറഞ്ഞ കടൽ തീരത്തുകൂടെയും മഞ്ഞുമലകൾക്കിടയിലൂടെയും മണൽക്കുന്നുകളിലൂടെയും നടക്കുന്നതും വഴുതി നീങ്ങുന്നതും ചാടുന്നതുമെല്ലാം കാണാൻ നല്ല രസമാണ്. ഇന്ന് ചെറിയ നീല പെൻഗ്വിനുകൾ മുതൽ വളരെ വലിപ്പം കൂടിയ എംപറർ പെൻഗ്വിനുകൾ വരെ പല രൂപത്തിലും ഭാവത്തിലും നമുക്ക് മുന്നിലുണ്ട്. കരയിൽ അല്പം വിചിത്രമായി തോന്നുമെങ്കിലും വെള്ളത്തിലിറങ്ങുന്നതോടെ ഇവരുടെ കഥയാകെ മാറുകയാണ്. മത്സ്യങ്ങൾക്ക് പിന്നാലെ കുതിക്കുകയും വേട്ടക്കാരിൽ നിന്ന് അതിവേഗം ഒഴിഞ്ഞു മാറുകയും ചെയ്യുമ്പോൾ ഈ തരംഗങ്ങൾക്കിടയിൽ അവർക്ക് പകരം വയ്ക്കാൻ മറ്റാരുമില്ല. ലോകത്തിലെ ഏറ്റവും കഠിനമായ സാഹചര്യങ്ങളിൽ സങ്കീർണമായ സാമൂഹിക ജീവിതമാണ് ഇവർ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അടിച്ചു വീശുന്ന മഞ്ഞുകാറ്റുകൾക്കും കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കുമെതിരെ അവർ ഓരോ നിമിഷവും പോരാടിക്കൊണ്ടേയിരിക്കുകയാണ്. ലോകം മുഴുവൻ തങ്ങൾക്കെതിരായി നിൽക്കുമ്പോഴും ഈ ജീവികൾ എങ്ങനെയായിരിക്കും ഇതിനെയെല്ലാം അതിജീവിക്കുന്നത്? ഇന്ന് ജീവിച്ചിരിക്കുന്ന മറ്റേതൊരു പക്ഷിയിൽ നിന്നും വ്യത്യസ്തമായി അവർ എങ്ങനെ പരിണമിച്ചു വന്നു? ആ വൈറലായ നിഹിലിസ്റ്റ് പെൻഗ്വിൻ മുതൽ എംപറർ പെൻഗ്വിനുകൾ വരെയുള്ളവരുടെ ആകർഷകരമായ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഇന്ന് ജീവിച്ചിരിക്കുന്ന 18 ഇനം പെൻഗ്വിനുകളും സ്പെനിഡേ കുടുംബത്തിലെ അംഗങ്ങളാണ്. ഇത് സ്പെനിസിഫോംസ് എന്ന ക്രമത്തിൽ ഉൾപ്പെടുന്നവരാണ്. ഈ ഇനത്തിൽ ഏതൊന്നിനെക്കുറിച്ചും നിങ്ങൾ ശ്രദ്ധിക്കുന്ന ആദ്യത്തെ കാര്യം അവ ഇന്ന് ശാസ്ത്രത്തിന് അറിയാവുന്ന മറ്റേതൊരു ജീവനുള്ള പക്ഷിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് എന്നതാണ്. ഒന്നാമതായി, ഈ ഇനങ്ങളെല്ലാം പൂർണ്ണമായും പറക്കാൻ കഴിവില്ലാത്തവരാണ്. പറക്കാൻ കഴിയാത്ത വിധം ഭാരമുള്ളവരാണിവർ. കൂടാതെ അവർക്കതിൻ്റെ ആവശ്യവുമില്ല. പെൻഗ്വിനുകൾ വായുവിലൂടെ പറക്കാനുള്ള കഴിവിന് പകരമായി വെള്ളത്തിനടിയിൽ പറക്കാനുള്ള കഴിവ് സ്വീകരിച്ചവരാണ്. അവരുടെ ചെറുതും വീതിയേറിയതുമായ ചിറകുകൾ ശക്തമായ ഫ്ലിപ്പറുകളായി മാറിയിരിക്കുന്നു. പെൻഗ്വിൻ ചിറകുകൾക്ക് പറക്കുന്ന പക്ഷികളിൽ കാണുന്ന അതേ അടിസ്ഥാന അസ്ഥിഘടനയാണുള്ളത്. എന്നാൽ പെൻഗ്വിനുകളിൽ വ്യക്തിഗത അസ്ഥികൾ ചെറുതും കരുത്തുറ്റതുമാണ്. കരയിൽ ഈ പക്ഷികൾ അവരുടെ വീടായ തീരപ്രദേശങ്ങളിലൂടെ ചാടിയും വഴുതിയും നടക്കുമ്പോൾ അല്പം വിചിത്രമായി നമുക്ക് തോന്നും. എന്നാൽ വെള്ളത്തിനടിയിൽ കഥ മാറുന്നു. ഒരു പെൻഗ്വിനിൻ്റെ വാട്ടർ പ്രൂഫ് തൂവലുകളും കാര്യക്ഷമമായ ശരീരഘടനയും ചെറിയ ടോർപിഡോളുകളെ പോലെ തിരമാലകളിലൂടെ കുതിക്കുവാൻ അവരെ അനുവദിക്കുന്നു. അവർ അവരുടെ മുഴുവൻ ജീവിതത്തിൻ്റെ ശരാശരി പകുതിയോളം വെള്ളത്തിനടിയിലാണ് ചിലവഴിക്കുന്നത്. മറ്റൊരു പക്ഷി ഗ്രൂപ്പിനേക്കാളും അവർ അവിടെ കൂടുതൽ സുഖകരമായി ജീവിക്കുന്നു. പെൻഗ്വിനുകളുടെ തൂവലുകൾ ശരീരത്തെ ജലപ്രതിരോധത്തിന് മാത്രമുള്ളതല്ല. ചില ഇനങ്ങൾ ജീവിക്കുന്ന കഠിനമായ, പലപ്പോഴും മരവിപ്പിക്കുന്ന ചുറ്റുപാടുകളിൽ പക്ഷികളെ സംരക്ഷിക്കുവാൻ സഹായിക്കുന്നു. അവരുടെ തൂവലുകൾക്കിടയിൽ പെൻഗ്വിനുകൾ വായുപാളികളെ തടഞ്ഞു നിർത്തുന്നു. അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുവാൻ അവരെ സഹായിക്കുന്നു. നീന്തുമ്പോൾ സമാനതകളില്ലാത്ത വേഗതയിലേക്ക് അത് അവരെ എത്തിക്കുന്നു. തൂവലുകളുടെ നിറം മിക്കവാറും എല്ലായ്പ്പോഴും പുറകിൽ കറുപ്പും വയറിൽ വെള്ളയും ആയിരിക്കും. ഇത് കൗണ്ടർ ഷെയ്ഡിംഗ് എന്നറിയപ്പെടുന്ന ഒരു രീതിയിലൂടെ വേട്ടക്കാരിൽ നിന്നും സ്വയം ഒളിക്കുവാൻ പെൻഗ്വിനുകളെ സഹായിക്കുന്നു. ഒരു പെൻഗ്വിനിൻ്റെ വെളുത്ത വയർ മുകളിൽ നിന്നുള്ള സൂര്യപ്രകാശവുമായി ലയിക്കുവാൻ സഹായിക്കുന്നു. അതിനാൽ താഴെ കാത്തിരിക്കുന്ന വിശന്ന കൊലയാളി തിമിംഗലങ്ങൾക്കോ സ്രാവുകൾക്കോ അവരെ കണ്ടെത്തുക എന്നത് പ്രയാസമായിരിക്കും. മാത്രമല്ല, ഒരു പെൻഗ്വിനിൻ്റെ കറുത്ത പുറംഭാഗം താഴെയുള്ള ഇരുണ്ട ജലവുമായി ലയിക്കുവാൻ സഹായിക്കുന്നു. ഇതിനർത്ഥം വെള്ളത്തിന് മുകളിൽ നീന്തുന്ന ഏതൊരു വേട്ടക്കാരിൽ നിന്നും അവർ മറയ്ക്കപ്പെടുന്നു എന്നാണ്. കരയിലിരിക്കുമ്പോൾ ഒരു പെൻഗ്വിൻ അതിൻ്റെ വാലും ചിറകുകളും ഉപയോഗിച്ച് കുത്തനെ നിൽക്കുവാൻ സ്വയം ബാലൻസ് ചെയ്യും. മഞ്ഞുപാളികൾ പുതച്ച തണുപ്പുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് പരന്ന രീതിയിൽ വഴുതി നീങ്ങുവാൻ കഴിയും. ഇത് ഊർജം സംഭരിച്ചുകൊണ്ട് വേഗതയിൽ സഞ്ചരിക്കുവാൻ പെൻഗ്വിനുകളെ സഹായിക്കുന്നു. എങ്കിലും കരയിൽ അവർ വേട്ടയാടപ്പെടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കുറുക്കന്മാരെ പോലുള്ള ഒരു വേട്ടക്കാരൻ്റെ സാന്നിധ്യത്തിൽ ജലത്തിൻ്റെ അതിരിൽ നിന്നും അകലെയാണെങ്കിൽ. അതിനാൽ ഏതുതരം വേട്ടക്കാരാണ് അവരെ വേട്ടയാടുന്നത് എന്നതിനെ ആശ്രയിച്ച് ജലത്തിൻ്റെ സുരക്ഷിതത്വത്തിലേക്കോ തിരിച്ചോ പിൻവാങ്ങുവാനുള്ള കഴിവിനെയാണ് പെൻഗ്വിനുകൾ ആശ്രയിക്കുന്നത്.
പെൻഗ്വിനുകളെപ്പോലെ ജലജീവിതവുമായി പൊരുത്തപ്പെട്ട മറ്റു പക്ഷിവർഗങ്ങൾ വളരെ കുറവാണ്. അവർ വെള്ളത്തിനടിയിലെ ലോകത്തെ യഥാർത്ഥ അക്രോബാറ്റുകളാണ്. ഉദാഹരണത്തിന് ജെൻഡു പെൻഗ്വിൻ ഭൂമിയിലെ ഏറ്റവും വേഗതയിൽ നീന്തുന്ന ഒരു പക്ഷിയാണ്. ഇത് മണിക്കൂറിൽ 36 കിലോമീറ്റർ, അതായത് 22 മൈൽ വേഗത കൈവരിക്കുന്നു. എംബ്രർ പെൻഗ്വിനുകൾ ഏറ്റവും വലിയ പെൻഗ്വിൻ ഇനം മാത്രമല്ല, ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ആഴത്തിലേക്ക് മുങ്ങുന്ന പക്ഷിവർഗം കൂടിയാണ്. വേട്ടയാടപ്പെടുമ്പോൾ അവർ 550 മീറ്റർ അല്ലെങ്കിൽ 1800 അടിയിൽ കൂടുതൽ ആഴത്തിലെത്താൻ കഴിയും. ഈ ആഴത്തിൽ സൂര്യരശ്മികൾ കുറവാണ്, കാഴ്ച മങ്ങുകയും ചെയ്യും. ഒരു മനുഷ്യൻ്റെ ഏറ്റവും ആഴത്തിലുള്ള ഫ്രീ ഡൈവ് 2012 ഹെർബർട്ട് നിച്ച് നേടിയതാണ്. അദ്ദേഹം 250 മീറ്ററിൽ കൂടുതൽ താഴ്ചയിലേക്ക് പോയി. ഇതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായ നേട്ടമാണ്. പക്ഷേ ഒരു എംബ്രർ പെൻഗ്വിനിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. പെൻഗ്വിനുകളെ ദക്ഷിണാർദ്ധഗോളത്തിൽ ഉടനീളം നമുക്ക് കാണുവാൻ സാധിക്കും. തെക്ക് അന്റാർട്ടിക്ക മുതൽ വടക്ക് ഗാലപ്പാഗോസ് ദ്വീപുകൾ വരെ അവർ വ്യാപിച്ചു കിടക്കുന്നു. ആർട്ടിക്കിൽ ഇവ പൂർണ്ണമായും ഇല്ല. അതിനാൽ പോപ്പ് സംസ്കാരത്തിൻ്റെ ചിത്രീകരണങ്ങളുടെ ഫലമായി ധ്രുവക്കരടികളും പെൻഗ്വിനുകളും അരികിലായി ജീവിക്കുന്നു എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇവ തമ്മിലുള്ള കൂടിക്കാഴ്ച സ്വാഭാവികമായി ഒരിക്കലും സംഭവിക്കില്ല. കൂടാതെ അവർ തണുപ്പുള്ള പ്രദേശങ്ങളിൽ മാത്രമല്ല ജീവിക്കുന്നത്. അങ്കോള, നമീബിയ, ദക്ഷിണാഫ്രിക്ക, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലെ ചൂടുള്ള തീരങ്ങളിൽ ചില ഇനങ്ങൾ വളരുന്നു. സാധാരണയായി പെൻഗ്വിൻ വലുതാകും തോറും അവ കാണപ്പെടുന്ന അന്തരീക്ഷം കൂടുതൽ തണുപ്പുള്ളതായിരിക്കും. എന്നാൽ ചില ഒഴിവാക്കലുകളുമുണ്ട്. തണുപ്പിനെ ധീരമായി നേരിടുവാൻ അവരുടേതായ പ്രത്യേകതയുള്ള ചില ചെറിയ ഇനങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് അന്റാർട്ടിക്ക. പെൻഗ്വിൻ ആവാസ വ്യവസ്ഥകളെല്ലാം തീരപ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചുള്ളതാണ്. അവിടെ സമൃദ്ധമായ മത്സ്യങ്ങളുള്ള ജലം കാണപ്പെടുന്നു. കരയിൽ പാറക്കെട്ടുകളും മണൽ നിറഞ്ഞ തീരങ്ങളും മഞ്ഞുപാളികളും വേട്ടക്കാർ ഇല്ലാത്ത ചെറിയ ദ്വീപുകളിലുമെല്ലാം അവരെ കാണുവാൻ സാധിക്കും. ഇന്ന് ലോകത്ത് 18 ഇനം പെൻഗ്വിനുകളാണുള്ളത്. അവയെ 6 ജനുസുകളായി തിരിച്ചിട്ടുമുണ്ട്. അടുത്ത ബന്ധമുള്ള ഇനങ്ങളെല്ലാം കാഴ്ചയിൽ ഒരുപോലെ ആയിരിക്കും തോന്നുക. ഇവയെ തിരിച്ചറിയാൻ പോലും പ്രയാസമായിരിക്കും. അറിയപ്പെടുന്ന പെൻഗ്വിൻ ഇനങ്ങളെ നമുക്കൊന്ന് കാണാം. ആദ്യത്തേത് മാക്രോണി പെൻഗ്വിൻ. ഓരോ കണ്ണിനും തൊട്ട് മുകളിലായി കാണപ്പെടുന്ന കടും മഞ്ഞ നിറത്തിലുള്ള തൂവലുകളാൽ തിരിച്ചറിയപ്പെടുന്ന ഇവ ക്രസ്റ്റഡ് പെൻഗ്വിനുകളിൽ ആദ്യത്തേതാണ്. പ്രത്യേകിച്ചും 18-ാം നൂറ്റാണ്ടിലെ ബ്രിട്ടനിലെ മാക്രോണി ഉപസംസ്കാരത്തിലെ പുരുഷന്മാരുടെ ഹെയർ സ്റ്റൈലിനോട് സാമ്യമുള്ളത് കാരണം ഈ ഇനങ്ങൾക്ക് ഈ പേര് നൽകി. ഇവയ്ക്ക് ചുവന്ന കൊക്കുണ്ട്. സബ് അന്റാർട്ടിക്കൻ ദ്വീപുകളിലും അന്റാർട്ടിക് ഉപദ്വീപുകളിലും ഇവയെ കാണുവാൻ സാധിക്കും. IUCN ഇവയെ വംശനാശ സാധ്യതയുള്ളതായിട്ടാണ് പട്ടികപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത് റോയൽ പെൻഗ്വിൻ. ന്യൂസിലാൻഡിന് തെക്കുള്ള മാക്വാറി ദ്വീപിൽ മാത്രം കാണപ്പെടുന്ന ഇവയെ IUCN ഏറ്റവും കുറഞ്ഞ ആശങ്കയുള്ളവരായിട്ടാണ് പട്ടികപ്പെടുത്തിയിരിക്കുന്നത്. ചിലർ ഇവയെ മാക്രോണി പെൻഗ്വിനിൻ്റെ ഉപജാതിയായി വിശ്വസിക്കുന്നു. പക്ഷേ ഇവരുടെ വെളുത്ത മുഖവും താടിയും കൊണ്ട് തിരിച്ചറിയുവാൻ കഴിയും. ഇവർ കൂടുതൽ സമയവും സമുദ്രത്തിൻ്റെ മധ്യഭാഗത്താണ് ചിലവഴിക്കുന്നത്. നോർത്തേൺ റോക്ക് ഹോപ്പർ പെൻഗ്വിൻ. തെക്കൻ ഇന്ത്യ, അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലെ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ വ്യാപകമായി കാണപ്പെട്ടിരുന്നു. ഈ ഇനം 1950-കൾക്ക് ശേഷം 90% ലോകത്ത് കുറഞ്ഞു. ഇപ്പോൾ IUCN ഇവയെ വംശനാശം നേരിടുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. ചുവന്ന കൊക്കുകൾ, കടും ചുവപ്പ് കണ്ണുകൾ, നീളമുള്ള തൂവലുകൾ എന്നിവ കൊണ്ട് തന്നെ മറ്റുള്ളവയിൽ നിന്നുമെല്ലാം ഇവ തികച്ചും വ്യത്യസ്തമായ ഒരു പെൻഗ്വിൻ ഇനമായിരുന്നു. അടുത്തത് സദേൺ റോക്ക് ഹോപ്പർ പെൻഗ്വിൻ. ഇതിൻ്റെ വടക്കേ കസിനിൽ നിന്നും നേർത്ത മഞ്ഞ നിറത്തിലുള്ള ക്രസ്റ്റ് കൊണ്ട് മാത്രമേ ഇവയെ വേർതിരിച്ചറിയുവാൻ സാധിക്കൂ. IUCN വംശനാശ ഭീഷണിയുള്ള ഇനമായിട്ട് തന്നെയാണ് ഈ വർഗത്തെയും വർഗീകരിച്ചിരിക്കുന്നത്. പാറകളിൽ നിന്ന് പാറകളിലേക്ക് ചാടുന്ന ഇവയെ വലിയ കോളനികൾക്കുള്ളിലേ നമുക്ക് കാണുവാൻ സാധിക്കൂ. അടുത്തത് ഫിയോർഡ്ലാൻഡ് പെൻഗ്വിൻ. ന്യൂസിലാൻഡിൻ്റെ സൗത്തേൺ ഐലൻഡിൽ മാത്രം കാണപ്പെടുന്ന ഒരു പ്രത്യേക തരം പെൻഗ്വിനാണിത്. ഇവയും വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് സ്നെയർ പെൻഗ്വിൻ. കാഴ്ചയിൽ ഫിയോർഡ്ലാൻഡ് പെൻഗ്വിനോട് വളരെയേറെ സാമ്യമുള്ള ഇവ ന്യൂസിലാൻഡിന് വടക്കുള്ള സ്നെയർ ദ്വീപുകളിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. മാവോറി ജനതയാണ് ഈ പക്ഷിയെ ആദ്യമായി കണ്ടെത്തിയത്. അവർ അതിനെ പോങ്കോട്ടിയാവ എന്നാണ് വിളിച്ചിരുന്നത്. അടുത്തത് ഇററ്റ് ക്രസ്റ്റഡ് പെൻഗ്വിൻ. ഈ ഇനത്തിൻ്റെ മഞ്ഞ ക്രസ്റ്റ് നേരെ മുകളിലേക്കാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇവയെ ഇററ്റ് ക്രസ്റ്റഡ് പെൻഗ്വിൻ എന്ന് വിളിക്കുന്നത്. ന്യൂസിലാൻഡിന് പുറത്തുള്ള ബൗണ്ടി, ആൻറ്റിപ്പൊഡീസ് ദ്വീപുകളിലാണ് ഇവ കൂടുതലായും കാണപ്പെടുന്നത്. ഇവയും മറ്റു പല ഇനങ്ങളെപ്പോലെ തന്നെ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന പെൻഗ്വിൻ ഇനമാണ്. ഗാലപ്പാഗോസ് പെൻഗ്വിൻ.
ഇക്വഡോറിലെ ഗാലപ്പാഗോസ് ദ്വീപുകളിൽ മാത്രം കാണപ്പെടുന്ന ഇവയും വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നവയാണ്. ബാൻഡഡ് പെൻഗ്വിനുകളിൽ ആദ്യത്തേതാണിത്. ഇവയുടെ കഴുത്തിലും നെഞ്ചുഭാഗത്തും കറുത്ത ബാൻഡുകളുണ്ട്. കറുത്ത തലയും ചിറകുകളും ഇവയെ തിരിച്ചറിയുവാൻ സഹായിക്കുന്നു. ഹംബോൾട്ട് പെൻഗ്വിൻ. തെക്കേ അമേരിക്കയുടെ പസഫിക് തീരങ്ങളിൽ കാണപ്പെടുന്ന ഇവ മൃഗശാലകളിൽ സാധാരണയായി കാണപ്പെടുന്ന ഒരിനമാണ്. പരിവേഷകനായ അലക്സാണ്ടർ വോൺ ഹംബോൾട്ടിൻ്റെ പേരാണ് ഇവയ്ക്ക് നൽകിയിരിക്കുന്നത്. IUCN ഇവയെ വംശനാശ സാധ്യതയുള്ളവയായിട്ടാണ് വർഗീകരിച്ചിരിക്കുന്നത്. അടുത്തത് മഗലനിക് പെൻഗ്വിൻ. ഇവയെ തെക്കേ അമേരിക്കയുടെ തെക്കൻ തീരഭാഗങ്ങളിൽ കാണാൻ സാധിക്കും. പോർച്ചുഗീസ് പരിവേഷകനായ ഫെർഡിനാൻഡ് മഗലിൻ്റെ പേരാണ് ഇവയ്ക്ക് നൽകിയിരിക്കുന്നത്. ആഫ്രിക്കൻ പെൻഗ്വിൻ. ഈ ഇനം തെക്കുപടിഞ്ഞാറൻ ആഫ്രിക്കയുടെ തീരഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത്. കഴുതിയെപ്പോലുള്ള ശബ്ദം കാരണം ഇവയെ ജാക്കാസ് പെൻഗ്വിൻ എന്നും വിളിക്കുന്നു. ദൗർഭാഗ്യവശാൽ ഇവയും വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അഡലി പെൻഗ്വിൻ. അന്റാർട്ടിക്കയുടെ തീരത്തുടനീളം ഇവയെ നമുക്ക് കാണുവാൻ സാധിക്കും. ബ്രഷ് ടൈൽസ് പെൻഗ്വിനുകളിൽ ആദ്യത്തേതാണിത്. ലോകത്തിൽ ഏറ്റവും വ്യാപകമായി ജനസംഖ്യ ഉള്ളതുമായ പെൻഗ്വിൻ ഇനമാണിത്. അന്റാർട്ടിക്കയിലെ ഫ്രഞ്ച് കോളനിയായ അഡലി ലാൻഡിൻ്റെ പേരാണ് ഇവയ്ക്ക് നൽകിയിരിക്കുന്നത്. ചിൽ സ്ട്രാപ്പ് പെൻഗ്വിൻ. മറ്റു പെൻഗ്വിനുകളിൽ നിന്നും വ്യത്യസ്തമായി താടിക്ക് താഴെയായി കാണപ്പെടുന്ന കറുത്ത തൂവലുകളുടെ നേർത്ത വരയിലൂടെ ഇവയെ എളുപ്പത്തിൽ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. ജെൻഡു പെൻഗ്വിൻ. മറ്റു പെൻഗ്വിൻ ഇനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കണ്ണിന് മുകളിലൂടെ ഓടുന്ന വെളുത്ത തൂവലുകളാൽ ഈ പക്ഷിയെ തിരിച്ചറിയുവാൻ കഴിയും. മൃഗശാലകളിലും ഇവ ധാരാളമായിട്ടുണ്ട്. അടുത്തത് കിങ് പെൻഗ്വിൻ. രണ്ട് വലിയ പെൻഗ്വിനുകളിൽ ആദ്യത്തേത്. കറുത്ത തലയും ചാരനിറത്തിലുള്ള പുറകുവശവും കണ്ണിന് പിന്നിലെ തിളക്കമുള്ള ഓറഞ്ച് നിറവും ഇവയെ മറ്റുള്ളവയിൽ നിന്നും തികച്ചും വ്യത്യസ്തരാക്കുന്നു. സംരക്ഷണ നിയമപ്രകാരം ഇവ പരിപൂർണമായും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഇനമാണ്. അടുത്തത് എംപറർ പെൻഗ്വിൻ. ഏറ്റവും വലിപ്പം കൂടിയതും ഒരുപാട് ആഴത്തേക്ക് മുങ്ങാങ്കുഴിയിട്ട് പോകുവാൻ കഴിവുള്ളതുമായ പെൻഗ്വിൻ ഇനമാണിത്. ഇവ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ രോമമുള്ളവരും ചാരനിറമുള്ളവരുമാണ്. പക്ഷേ മുതിർന്നു കഴിയുമ്പോൾ ആകർഷകരമായ പാടുകൾ ഓറഞ്ച് മഞ്ഞ നിറത്തിൽ കഴുത്തിലുണ്ടാകും. ലിറ്റിൽ പെൻഗ്വിൻ. ലോകമെമ്പാടുമുള്ള പെൻഗ്വിൻ ഇനങ്ങളിൽ ഏറ്റവും വലിപ്പം കുറഞ്ഞ പെൻഗ്വിനാണിത്. 33 സെൻറ്റിമീറ്റർ മാത്രമേ ഇവയ്ക്ക് ഉയരമുള്ളൂ. ബ്ലൂ അല്ലെങ്കിൽ ഹെയറി പെൻഗ്വിൻ എന്നും ഇവ അറിയപ്പെടുന്നു. ന്യൂസിലാൻഡിലെയും ഓസ്ട്രേലിയയിലെയും മണൽ നിറഞ്ഞ തീരങ്ങളിൽ ഇവയെ നമുക്ക് കാണുവാൻ സാധിക്കും. യെല്ലോ ഐഡ് പെൻഗ്വിൻ. വംശനാശ ഭീഷണി നേരിടുന്ന ഈ പെൻഗ്വിൻ ന്യൂസിലാൻഡിൻ്റെ സൗത്ത് ഐലൻഡിൽ മാത്രം കാണപ്പെടുന്നു. വിളറിയ മഞ്ഞ ക്രസ്റ്റും മഞ്ഞ കണ്ണുകളും ഇതിൻ്റെ പ്രത്യേകതയാണ്. പെൻഗ്വിനുകൾ സാമൂഹിക പക്ഷികളാണ്. അവയെ കോളനികൾ എന്നറിയപ്പെടുന്ന വലിയ ഗ്രൂപ്പുകളിലാണ് സാധാരണ നമുക്ക് കാണുവാൻ സാധിക്കുക. ചില സ്പീഷീസുകളിൽ ലക്ഷക്കണക്കിന് പെൻഗ്വിനുകൾ ഉണ്ടാകും. കോളനികൾ വളരെ ശബ്ദായമാനമാണ്. അതിനാൽ പരസ്പരം ആശയവിനിമയം നടത്തുവാൻ അവർ വിവിധ തരത്തിലുള്ള ശബ്ദങ്ങൾ വികസിപ്പിച്ചെടുത്തിയിട്ടുണ്ട്. പെൻഗ്വിനുകൾ മറ്റൊരാളുടെ ശ്രദ്ധയാകർഷിക്കുവാൻ വേണ്ടി ചെറുതും മൂർച്ചയേറിയതുമായ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നു. പല സ്പീഷീസുകളും തല സാവധാനം ഉയർത്തി മുകളിലേക്ക് നോക്കുന്ന രീതിയിലുള്ള ആശയവിനിമയം നടത്താറുമുണ്ട്. കോളനികളിൽ താമസിക്കുന്നത് വേട്ടക്കാരിൽ നിന്നും രക്ഷപ്പെടുവാൻ പെൻഗ്വിനുകളെ സഹായിക്കുന്നു. ഒരു വലിയ കൂട്ടത്തിലായിരിക്കുമ്പോൾ ഒരു പ്രത്യേക പെൻഗ്വിനെ മാത്രം വേട്ടയാടുന്നത് ശത്രുക്കൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ബ്രീഡിംഗ് സമയത്ത് മിക്ക പെൻഗ്വിനുകളും ഒരു ഇണയെ കണ്ടെത്തുന്നു. അവർ ആ സീസണിൽ ഉടനീളം ഒന്നിച്ചു നിൽക്കുന്നു. സാധാരണയായി 2 മുട്ടകൾ ഇവർ ഇടാറുണ്ട്. എന്നാൽ എംപറർ പെൻഗ്വിനുകൾ ഒരെണ്ണം മാത്രമേ ഇടുകയുള്ളൂ. കൗതുകകരമെന്ന് പറയട്ടെ, എംപറർ പെൻഗ്വിൻ അമ്മമാർ സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അയൽപ്പക്കത്തെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകുവാൻ ശ്രമിച്ചേക്കാം. മാതാപിതാക്കൾ സാധാരണയായി മറ്റു കുഞ്ഞുങ്ങളോട് വളരെ സൗമ്യമായിട്ട് പെരുമാറുകയും വലിയ നഴ്സറി ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ചിലപ്പോൾ കോളനികളുടെ വലിപ്പം കാരണം തിരക്കുകൾക്കിടയിൽ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടേക്കാം. അങ്ങനെയുള്ളപ്പോൾ അമ്മയ്ക്ക് തൻ്റെ സ്വന്തം കുഞ്ഞിനെ സവിശേഷമായ ഒരു ശബ്ദത്തിലൂടെ തിരിച്ചറിയുവാനും സാധിക്കും. പ്രകൃതിയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നാണ് ശൈത്യകാലത്ത് അന്റാർട്ടിക്കയുടെ തണുപ്പിൽ അതിജീവിക്കുന്നതിനുള്ള എംപറർ പെൻഗ്വിൻ കുഞ്ഞുങ്ങളുടെ പോരാട്ടം. എംപറർ പെൻഗ്വിനുകളിൽ ആൺ പെൻഗ്വിനുകളാണ് മുട്ട സംരക്ഷിക്കുന്ന എല്ലാ ജോലികളും ചെയ്യുന്നത്. മുട്ട ഇട്ട് കഴിഞ്ഞാൽ അത് പെണ്ണിൽ നിന്നും ആണിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ആൺ പെൻഗ്വിൻ മുട്ട തൻ്റെ കാലുകളുടെ മുകളിൽ വെച്ച് വയറിലെ തൂവലുകൊണ്ട് അതിന് ചൂട് നൽകി സംരക്ഷിക്കുന്നു. ഈ സമയത്ത് പെൺപെൻഗ്വിനുകൾ ഭക്ഷണത്തിനായി ആഴ്ചകളോളം കടലിലേക്ക് പോകുന്നു. വിശപ്പും തണുപ്പും സഹിച്ചുകൊണ്ട് ആൺ പെൻഗ്വിനുകൾ മഞ്ഞുകാറ്റുകളെ നേരിടുവാൻ പരസ്പരം ചേർന്ന് നിൽക്കുന്നു. കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കഴിയുമ്പോൾ അമ്മമാർ ഭക്ഷണവുമായി മടങ്ങിയെത്തുന്നു. അമ്മയുടെ തൊണ്ടയിൽ നിന്നും ഭാഗികമായി ദഹിച്ച മത്സ്യവും കണവയും കലർന്ന മിശ്രിതം കുഞ്ഞു കഴിക്കുന്നു. പെൻഗ്വിനുകൾ അവരുടെ തൂവലുകൾ ഇടയ്ക്കിടെ മാറ്റാറുണ്ട്.
പുതിയ തൂവലുകൾ വരുന്നതുവരെ അവർക്ക് വെള്ളത്തിലിറങ്ങാൻ കഴിയില്ല. കൂടാതെ തൂവലുകളിൽ പുരട്ടാനായി അവരുടെ വാലിൻ്റെ ചുവട്ടിലുള്ള ഒരു ഗ്രന്ഥിയിൽ നിന്നും എണ്ണ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുമുണ്ട്. ഇത് ശരീരത്തെ വാട്ടർ പ്രൂഫായി നിലനിർത്തുവാൻ സഹായിക്കുന്നു. പെൺകുഞ്ഞുങ്ങളെല്ലാം മാംസബുക്കുകളാണ്. അവർ മീനുകളെയും കണവകളെയും വേട്ടയാടുന്നു. അവരുടെ കൊക്കുകൾ വഴുതിപ്പോകുന്ന ഇരകളെ പിടിക്കുവാൻ പാകത്തിന് രൂപപ്പെട്ടതാണ്. പെൺകുഞ്ഞുങ്ങൾക്ക് സമുദ്രജലം കുടിക്കുവാൻ കഴിയും. കാരണം അവരുടെ കണ്ണിന് മുകളിലുള്ള ഒരു പ്രത്യേക ഗ്രന്ഥി ഈ ഉപ്പിനെ അരിച്ചെടുക്കുന്നു. ദിനോസറുകൾക്ക് വംശനാശം സംഭവിച്ചതിന് തൊട്ടു പിന്നാലെ ഏകദേശം 62 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പെൺകുഞ്ഞുങ്ങളുടെ ഉത്ഭവം കണ്ടെത്താനാകും. ആദ്യത്തെ പെൺകുഞ്ഞുകൾ ന്യൂസിലാൻഡിനും അന്റാർട്ടിക്കയ്ക്കും ഇടയിലുള്ള കടലിലാണ് ജീവിച്ചിരുന്നത്. അക്കാലത്ത് ചില പെൺകുഞ്ഞുങ്ങൾക്ക് 1.8 മീറ്ററോളം ഉയരമുണ്ടായിരുന്നു. ഇന്ന് മനുഷ്യൻ്റെ ഇടപെടലുകൾ കാരണം പല പെൺകുൻ ഇനങ്ങളും വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അമിതമായ മീൻപിടുത്തം, മലിനീകരണം, കാലാവസ്ഥാ വ്യതിയാനം എന്നിവയാണ് പ്രധാന വെല്ലുവിളികൾ. എങ്കിലും എംപറർ പെൺകുഞ്ഞുങ്ങളെ സംരക്ഷിക്കുവാൻ നമുക്ക് കഴിഞ്ഞ പോലെ മറ്റ് ഇനങ്ങളെയും സംരക്ഷിക്കുവാൻ കഴിയും. പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടും സന്നദ്ധ സംഘടനകളെ പിന്തുണച്ചുകൊണ്ടും നമുക്ക് ഈ അത്ഭുതകരമായ പക്ഷികൾക്ക് സുരക്ഷിതമായ ഭാവി ഉറപ്പാക്കാം. പെൺകുഞ്ഞുങ്ങൾ കേവലം കൗതുകകരമായ പക്ഷികൾ മാത്രമല്ല, പ്രകൃതിയുടെ അത്ഭുതകരമായ അതിജീവന ശേഷിയുടെ പ്രതീകങ്ങൾ കൂടിയാണ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പരിണമിച്ചുണ്ടായ ഈ പക്ഷികൾ ഭൂമിയിലെ എല്ലാ കഠിനമായ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുവാൻ പഠിച്ചു കഴിഞ്ഞവരാണ്. എന്നാൽ ഇന്ന് കാലാവസ്ഥാ വ്യതിയാനം, സമുദ്ര മലിനീകരണം, മനുഷ്യൻ്റെ ഇടപെടലുകൾ എന്നിവ കാരണം പല പെൺകുൻ ഇനങ്ങളും വംശനാശത്തിൻ്റെ വക്കിലാണ്. എംപറർ പെൺകുഞ്ഞുങ്ങളെ സംരക്ഷിക്കുവാൻ നമുക്ക് കഴിഞ്ഞ പോലെ കൃത്യമായ മുൻകരുതലുകളിലൂടെയും സംരക്ഷണ പ്രവർത്തനങ്ങളിലൂടെയും ഈ പക്ഷികളുടെ ഭാവി സുരക്ഷിതമാക്കുവാൻ നമുക്ക് തീർച്ചയായും സാധിക്കും. സമുദ്രത്തിൻ്റെ ഈ അക്രോബാറ്റുകളെ സംരക്ഷിക്കേണ്ടത് വരും തലമുറയ്ക്കായി പ്രകൃതിയെ നിലനിർത്തുന്നതിൽ അത്യന്താപേക്ഷിതമാണ്. പെൺകുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.